വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്നും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളോട് പറയാറുള്ളതാണ്. അതായത് ഏത് പരീക്ഷ, മത്സര പരീക്ഷകൾ ഏത് തന്നെ ആയിക്കോട്ടെ, അത് ലാസ്റ്റ് ഗ്രേഡോ LDCയോ ഏത് ലെവലിലുള്ള പരീക്ഷകളായിക്കോട്ടെ, ഡിഗ്രി ലെവലോ ഒക്കെ ആയിക്കോട്ടെ, ഒരു 50% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ലൊരു മാർക്ക് കിട്ടാനായിട്ട് സഹായകമാകും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1 by 1 ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് പഠിക്കാം. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഗുണം എന്താണ്? അതായത് നമ്മളിപ്പോ ലാസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ, മറ്റു പരീക്ഷകൾ BFA ആയിക്കോട്ടെ, ബെവ്കോ LDC ആയിക്കോട്ടെ, ഓരോന്നിനു വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താ നമുക്ക് അതിനുള്ള ഗുണം? പഠിച്ച കാര്യങ്ങൾക്ക് ഒരു റിവിഷൻ കൂടിയാവും എന്നുള്ളതാണ്. അപ്പോ നമ്മള് ആദ്യത്തെ ചോദ്യം ഇതാണ്. മരുന്നുകൾ നമുക്കറിയാം, ഓരോ മരുന്നുകളും ഇത്ര അളവിൽ കഴിക്കണം എന്ന് നമ്മൾ പറയും അല്ലെ. 5 ml 10 ml എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയാറുണ്ട്. അങ്ങനെ, അല്ലെങ്കിൽ അര ഗുളിക കഴിക്കുക, ഒരു ഗുളിക കഴിക്കുക, ഒന്ന് വീതം 2 നേരം കഴിക്കുക. അങ്ങനെ മരുന്നുകളുടെ അളവുണ്ടല്ലോ. ഈ മരുന്നുകളുടെ അളവിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമുണ്ട്. ആ മരുന്നുകളുടെ അളവിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്നത് പോസോളജി എന്നാണ്. എന്താണ്? പോസോളജി. കേട്ടോ മക്കളെ? മരുന്നുകളുടെ അളവിനെ കുറിച്ചുള്ള പഠനത്തെ എന്താ വിളിക്കണേ? പോസോളജി എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് പോവർട്ടി ആൻഡ് ഫാമിൻ. പോവർട്ടി ട്ടോ, പോവർട്ടി, പോവർട്ടി ആൻഡ് ഫാമിൻ, പോവർട്ടി ആൻഡ് ഫാമിൻ. ഇതൊരു പുസ്തകമാണ്. ഈ പുസ്തകം ആരാണ് രചിച്ചത് എന്നാണ്, ഇതിന്റെ കർത്താവ് ആര് എന്നാണ്, അമർത്യ സെൻ ആണ്. ആരാണ് പോവർട്ടി ആൻഡ് ഫാമിൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്? അമർത്യ സെൻ ആണ്. ഇനി അടുത്തത് ഭൂമിയുടെ അപരൻ ആരാണ്? ഭൂമിയുടെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രഹമുണ്ട്, ഉപഗ്രഹം. സോറി, ഗ്രഹമല്ല, ഉപഗ്രഹമുണ്ട്. ഉപഗ്രഹത്തിന്റെ പേരെന്താ? ടൈറ്റൻ ആണ് കേട്ടോ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാ? ടൈറ്റൻ ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്നറിയാമോ? എണ്ണൂർ തുറമുഖമാണ്. ഏതാണ്? എണ്ണൂർ തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി അടുത്തത് ശുദ്ധരക്തം. എന്താ? ശുദ്ധരക്തം. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിരയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിരയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ഇനി അടുത്തത് ഇന്ത്യയുടെ മുത്ത്. എന്താണ്? ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? തൂത്തുക്കുടി തുറമുഖമാണ്. തൂത്തുക്കുടി തുറമുഖത്തെ എന്താ വിളിക്കണേ? ഇന്ത്യയുടെ മുത്ത് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? അടുത്തത് ആൻഡമാനിലെ സെല്ലുലാർ ജയിലുണ്ട് അല്ലേ? ആൻഡമാനിലെ സെല്ലുലാർ എന്ന് പറയുന്ന ജയില്. ആ സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയാണെന്നറിയാമോ? മൊറാർജി ദേശായി ആണ്. ആരാണ്? മൊറാർജി ദേശായി. ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലിനെ എന്തായി? ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി. അടുത്തത് നോക്കൂ, പത്മശ്രീ. എന്താ? പത്മശ്രീ നേടിയ ആദ്യത്തെ കേരളീയൻ ആര്? പത്മശ്രീ നേടിയ ആദ്യത്തെ കേരളീയൻ ആരാണ്? ഡോക്ടർ പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ ആണ് പത്മശ്രീ നേടിയ ആദ്യത്തെ കേരളീയൻ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ ആമാശയത്തിൽ എവിടെയാണ്? ആമാശയത്തിൽ ഏത് ആസിഡ് ആണുള്ളത്? ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഏത് ആസിഡാ മക്കളെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആമാശയത്തിലെ ആസിഡ് ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ദേശീയ മുദ്ര, ഇന്ത്യയുടെ
ദേശീയ മുദ്ര ഔദ്യോഗികമായി എന്നാണ് അംഗീകരിച്ചത്? 1950 ജാനുവരി 26-ന് ഇന്ത്യയുടെ ദേശീയ മുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ചത് 1950 എന്നാണ്, ജാനുവരി 26-നാണ്. അടുത്തത് നോക്ക, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ PTI എന്ന് പറയും. ആ PTI അഥവാ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹിയാണ് കേട്ടോ. എവിടെയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ന്യൂഡൽഹിയാണ്. കേരളത്തിൽ ഉറൂബ് മ്യൂസിയം, കേരളത്തിൽ ഉറൂബ് മ്യൂസിയം, കേരളത്തിൽ ഉറൂബ് മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിയിൽ, മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിയിലാണ് ഉറൂബ് മ്യൂസിയം ഉള്ളത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം ഏതാണ്? അടുത്ത ചോദ്യം, ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? എന്താണ്? ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് ആരാണ്? അലൻ ഷുഗർട്ട് ആണ്. അലൻ ഷുഗർട്ട് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത്. ഇനി അന്താരാഷ്ട്ര, അതായത് ഇന്റർനാഷണൽ, എന്താണ്? ഇന്റർനാഷണൽ സൈബർ സുരക്ഷാ ദിനം, ഇന്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി ഡേ എന്നാണ് ചോദിക്കുന്നത്. നവംബർ 30 ഇന്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി ഡേ എന്നാണ്, നവംബർ 30. ഇനി കേരള സർക്കാർ ജീവകാരുണ്യ ദിനം, കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഏത് നവോത്ഥാന നായകന്റെ ജന്മദിനമാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനത്തെ എന്താണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, അല്ലെ? അദ്ദേഹത്തെ എന്നാ നാട് കടത്തിയെ? 1910 നാട് കടത്തി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത് 1910. ഇനി ഇന്ത്യയുടെ ഓർക്കിഡ് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയുടെ ഓർക്കിഡ് സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് മക്കളെ? അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയുടെ ഓർക്കിഡ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ഇനി പ്ലാറ്റോയുടെ കൃതിയായ ദ റിപ്പബ്ലിക്, പ്ലാറ്റോന്റെ കൃതിയാണ് ഏത്? ദ റിപ്പബ്ലിക് എന്നത്. ദ റിപ്പബ്ലിക് ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? സക്കീർ ഹുസൈൻ ആണ്. പ്ലാറ്റോന്റെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് സക്കീർ ഹുസൈൻ ആണ്. ഇനി അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അടുത്തത് ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദി സുവർണ രേഖ നദിയാണ്. ജംഷഡ്പൂരിനെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? സുവർണ രേഖ നദിയാണ്. അടുത്തത്, കൊയാലി എന്ന് പറയുന്ന എണ്ണ ശുദ്ധീകരണശാല, ഒരു എണ്ണ ശുദ്ധീകരണശാലയുടെ പേരാണ് കൊയാലി. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി അടുത്തത്, നാഷണൽ ഫിലിം ആർക്കൈവ്സിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഫിലിം ആർക്കൈവ്സിന്റെ ആസ്ഥാനം പൂനെയാണ്. നാഷണൽ ഫിലിം ആർക്കൈവ്സിന്റെ ആസ്ഥാനം പൂനെയാണ്. അടുത്തത് നോക്കൂ, വാൽമീകി നാഷണൽ പാർക്ക് എവിടെയാണ്? വാൽമീകി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്.
വാൽമീകി നാഷണൽ പാർക്ക് എവിടെയാണ്? ബീഹാറിലാണ്. ഇനി നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ആരാണ്? ബൽദേവ് സിംഗ് ആണ്. ആരാണ്? ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ആരാണ്? ബൽദേവ് സിംഗ് ആണ്. അടുത്തത് കേരള ലളിതകലാ അക്കാദമി. കേരള ലളിതകലാ അക്കാദമി. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. അടുത്തത് ശ്രദ്ധിക്കൂ, ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര് എന്താണ്? അഭിനവ കേരളം എന്നാണ്. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളമാണ്. ലോകസഭയിൽ അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലോക്സഭയിൽ അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. അടുത്തത് പഹാരി എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. പഹാരി ഭാഷ സംസാരിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇക്കോ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? പാനിപ്പറ്റ് ആണ്. ഇക്കോ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? പാനിപ്പറ്റ് ആണ്. കുൾട്ടി. അടുത്തത് കുൾട്ടി ഇരുമ്പുരുക്ക നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ്? ബംഗാളിലാണ്. കുൾട്ടി ഇരുമ്പുരുക്കുശാല എവിടെയാണ്? ബംഗാളിലാണ്. അടുത്തത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ പ്രസിഡന്റായത് ആരാണ്? വി ഗിരിയാണ്. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തിയാണ് വി ഗിരി. അടുത്തത് മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അന്തരീക്ഷത്തിലെ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം ഏതാണ്? അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം ബ്രോമിനാണ്. ഏതാണ്? ബ്രോമിനാണ്. ഇനി അടുത്തത് അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? അയ്യപ്പൻ പിള്ളയാണ്. അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അയ്യപ്പൻ പിള്ളയാണ്. ക്ലിയർ ആയില്ലേ? അരങ്ങു കാണാത്ത നടൻ എന്താണ്? അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആത്മകഥ. അരങ്ങ് കാണാത്ത നടൻ എന്ന എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആത്മകഥ. ഇനി അടുത്തത് അണുബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? അണുവിഘടനമാണ്. അണുബോംബിന്റെ പ്രവർത്തന തത്വം എന്താണ്? അണുവിഘടനമാണ്. ക്ലിയർ ആയില്ലേ? പ്രഥമ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്?
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പ്രഥമ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്തത് നോക്കിക്കോളോ, ബ്രിക്സ് ബാങ്കിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? KV കമ്മത്താണ്. ബ്രിക്സ് ബാങ്കിന്റെ ആദ്യ ചെയർമാൻ ആരാ? KV കമ്മത്താണ്. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ റിസർവ് വനം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള റിസർവ് വനമാണ് വിയ്യാപുരം. ഏതാണ്? വിയ്യാപുരം എന്നത്. ഏതാണ്? വിയ്യാപുരം. ഇനി അടുത്തത് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി. എന്താ? പ്രസിഡന്റ് ട്രോഫി. പ്രസിഡന്റ് ട്രോഫി എന്ന് വിളിക്കുന്ന വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. എവിടെയാ നടക്കണേ പ്രസിഡന്റ് ട്രോഫി? അഷ്ടമുടി കായലിലാണ് പ്രസിഡന്റ് ട്രോഫി നടക്കുന്നത്. പാവങ്ങളുടെ ബാങ്കർ എന്ന പാവങ്ങളുടെ ബാങ്കർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് യൂനസ് ആണ്. മുഹമ്മദ് യൂനസിനെയാണ് പാവങ്ങളുടെ ബാങ്കർ എന്ന് അറിയപ്പെടുന്നത്. നോബൽ പ്രൈസ് ആദ്യമായി നൽകി തുടങ്ങിയ വർഷം എന്നാണ്? 1901. ഏതാണ്? 1901 നോബൽ പ്രൈസ് ആദ്യമായി നൽകി തുടങ്ങിയത്. ഇന്ത്യയിൽ പൂർണ്ണ പത്ര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ പൂർണ്ണ പത്ര സ്വാതന്ത്ര്യം അനുവദിച്ചത് ഏത് ഗവർണർ ജനറൽ ആണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്ര സ്വാതന്ത്ര്യം അനുവദിച്ചത് ആരാ മക്കളെ? ചാൾസ് മെറ്റ്കാഫ് ആണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബഗ് എന്നാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റിനെ എന്ത് വിളിക്കുന്നു? ബഗ് എന്ന് വിളിക്കുന്നു ട്ടോ. അടുത്തത് ദൈവകണം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഹിഗ്സ് ബോസോൺ ആണ്. ദൈവകണം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന കണമാണ്. അടുത്തത് ഒരു പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ്? ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടെയാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ്? എവിടത്തെ? കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ആരാണ്? പണിയറാണ്. പണിയറാണ് ട്ടോ. ഇനി അടുത്തത് ഒരു കൃതിയാണ് സ്തോത്രമന്ദാരം. എന്താണ്? സ്തോത്രമന്ദാരം എന്ന കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന്റെയാണ് സ്തോത്രമന്ദാരം എന്ന് പറയുന്നത്. പ്രാചീന കാലത്ത് പാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പമ്പ നദിയാണ്. പാരീസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പ നദിയാണ്. ആരുടെ ജന്മദിനമാണ് ദേശീയ മാതൃസുരക്ഷാ ദിനം? ദേശീയ മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് എന്നാണെന്ന് കമന്റ് ചെയ്തോളൂട്ടാ. ദേശീയ മാതൃസുരക്ഷാ ദിനം കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം. അപ്പൊ ഇന്ന് നമ്മൾ 50 ചോദ്യങ്ങളാ പഠിച്ച. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും വിചാരിക്കണം. ടീച്ചറുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ.